ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. KPK ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച 6ാമത് പുസ്തകം മായ്ക്കാൻ മറന്ന ഓർമ്മകൾ, ഓർമ്മക്കുറിപ്പുകൾ പുറക്കുന്നിൽ വെച്ച് മുൻ SP പ്രിൻസ് അബ്രഹാം ഡോക്ടർ വിനീത കൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. ോളം നടന്നുപോയ ഒരു ബാല്യവും കൗമാരവും ഒക്കെ ഓർമ്മയിലേക്ക് വരികയാണ്. വളരെ സന്തോഷം പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ, നിങ്ങളുടെ ഈ ഏറെ ഇഷ്ടമുള്ള ഗ്രാമത്തിലേക്ക് എന്നെ ക്ഷണിക്കാനും ഇങ്ങനെ ഒരു ഓർമ്മകളുടെ ഒരു പുസ്തകം നല്ലൊരു ആശയമാണ് കേട്ടോ. നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ വളരെ ബൃഹത്തായ ഒരു ആശയമാണ്. കാരണം എല്ലാവരുടെയും ഓർമ്മകൾ ഞാൻ ഓർക്കുന്നതായിരിക്കില്ല നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങൾ ഓർക്കുന്നതായിരിക്കില്ല അവരോർക്കുന്നത്. ഓർമ്മകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഓരോരോ രീതികളിലായിരിക്കും ഓരോരുടെ ഓർമ്മകൾ വന്ന്. അത് ഓരോ ഭരണിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന മിഠായികൾ പോലെ, നാരങ്ങ മിഠായികൾ പോലെ ആയിരിക്കും ഓരോരുത്തരുടെ ഓർമ്മകൾ. ഈ ഓർമ്മകൾ ഇല്ലാതെ മനുഷ്യന്മാരുണ്ടാവില്ല, ഉണ്ടാവുക എനിക്ക് തോന്നുന്നില്ല. ഓർമ്മകളിൽ കൈമള ചാർത്തി വരൂ ഏതോ സുഗന്ധരാഗം ഇതു ഗന്ധർവൻ പാടുന്നു. പി മനോഹരൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ OK ബിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറുകഥാകൃത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറുകഥ തൂവൽക്കൂട് എന്ന പേരിൽ പ്രകാശനം ചെയ്യുവാൻ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഫൗണ്ടേഷന്റെ എഡിറ്റർ ബാബു മാസ്റ്റർ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകം കവിതാ സമാഹാരം കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് ബഹുമാന്യനായ MLA കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിൽ ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 150ഓളം എൻട്രികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പേര് നിർദ്ദേശിക്കുന്നത് നമ്മുടെ രസ്ന ജയേഷ് മാതിരിയാണ്. അവർക്കുള്ള സമ്മാനം കൂടി ഈ അവസരത്തിലൂടെ കൊടുക്കുന്നുണ്ട്. എന്ന രീതിയിലാണ് KPK പുറത്തിറക്കിയിട്ടുള്ളത്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പെരുന്തട്ട തുറക്കുന്ന പ്രദേശത്തെ സാഹിത്യത്തിലും കവിതയിലും എഴുത്തിലും ഒക്കെ താല്പര്യമുള്ള ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV തമ്പാൻ സപ്ലിമെന്റ് പ്രകാശനം നടത്തി. KPK ഫൗണ്ടേഷൻ 8 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ഈ KPK ഫൗണ്ടേഷൻ ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. ഒരു ടീം സംഘടിപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. യുവാരണ്യ പ്രവർത്തനങ്ങൾ മറ്റ് നിരവധിയായ മേഖലകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയായി, സാംസ്കാരിക സംഘടനയായി മുന്നോട്ട് പോവുകയാണ്. നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പം ഈ ഓർമ്മ പുസ്തകത്തിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ആദ്യം മനോരേട്ടൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പം നമ്മളൊക്കെ ഇപ്പം മുന്നേ സംസാരിച്ച ഓരോരാളും പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഓർമ്മജീവികളാണ്. മനുഷ്യന്മാരൊക്കെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ്. നല്ലതും ചീത്തയുമായിട്ടുള്ള, വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, പുനർചിന്തിപ്പിക്കുന്ന പലതരം ഓർമ്മകളിലാണ് നമ്മൾ മനുഷ്യന്മാരെല്ലാം തന്നെ ജീവിക്കുന്നത്. സ്റ്റാർ സിംഗർ ഫെയിം വേദിക സുരേഷ് മുഖ്യാതിഥിയായി.
പ്രകാശൻ, കെ കമലാക്ഷൻ, സി ചിന്താമണി, എം കെ സന്തോഷ്, പി സജിത്, എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ പുസ്തകത്തിന്റെ കവർ ചിത്രം രൂപകൽപ്പന ചെയ്ത OK രനീഷിനെയും പുസ്തകത്തിന്റെ പേര് നിർദ്ദേശിച്ച രസ്ന ജയേഷിനെയും സ്നേഹസമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. ടി സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പ്രദേശവാസികളുടെ കലാവിരുന്നും KPK ഫൗണ്ടേഷൻ പ്രവർത്തകർ അവതരിപ്പിച്ച വിൽപ്പാട്ടും അരങ്ങേറി. ഫൗണ്ടേഷന്റെ 6ാമത് പുസ്തക പ്രകാശനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വൈകിയവയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. KP കുഞ്ഞിപ്പാട്ടിനെ കുറിച്ച് KP കുഞ്ഞിപ്പാട്ടിൻ്റെ കൂടെ കുറച്ചു കാലം എനിക്കും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. KP കുഞ്ഞിപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലായിപ്പോവും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ 8 വർഷക്കാലം കൊണ്ട് KPKയുടെ പേര് നമ്മുടെ നാട് കടന്ന് അതിനപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ KPK ഫൗണ്ടേഷൻ്റെ ആദ്യം തൊട്ട് ഇവരെ കൂടെ തന്നെ ഉണ്ട്. ഇതിൽ എന്നത് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഓൺലൈനിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ നിലനിർത്തിയ വ്യക്തികളാണ് ഇവരെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് വരാൻ പറ്റി, പ്രിയപ്പെട്ട പ്രിൻസാറിനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റി. അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാനൊരു വേദിയായിരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കലാപരിപാടികളുണ്ട്. ആ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ലെന്ന് വ്യക്തമായ ബോധ്യവുമുണ്ട്. എങ്കിൽ കൂടി ഈ ഒരു പരിപാടിക്ക് വേദികമായിട്ട് നിറസാന്നിധ്യവും 2 പാട്ടുകളും കൊണ്ട് എന്നെ ധന്യമാക്കിയ പണ്ട് ഞങ്ങൾ കളിച്ചു നടന്ന ഈ പ്രദേശത്ത് ഇവിടെ വന്ന് നിൽക്കാനും നിങ്ങളെയൊക്കെ കാണാനും. ഈ പോരാട്ടന്റെ പേരിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് KPK ഫൗണ്ടേഷൻ. KPK ഫൗണ്ടേഷന്റെ 6ാമത് പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടന്നു കഴിഞ്ഞത്. അതിന് നമ്മുടെ നാട്ടിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയുമുള്ള ഒരുപാട് ആളുകളുടെ കുഞ്ഞു അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എൻ്റെ ഒരു അനുഭവം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും നമ്മുടെ നാടും നമ്മുടെ KPKയുടെ എല്ലാം പ്രവർത്തകർ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിനിടയിൽ 6 പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതും 8 വർഷം മാത്രം പ്രായമുള്ള ഒരു സംഘടന. ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു സമ്പത്താണ് KPKയുടെ പ്രവർത്തകർ ഈ നാടിന് സമ്മാനിച്ചത്. മാത്രം പുസ്തകങ്ങളാണ് ഇങ്ങനെ തയ്യാറാക്കി പ്രകാശനം ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ KPK ഫൗണ്ടേഷൻ നമ്മുടെ നാട്ടിലെ ചെറിയ കലാകാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലേഖനങ്ങൾ, കവിതകൾ ഉൾപ്പെടെ അവരുടെ സർഗാത്മകത ആരുടേതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് KPK രൂപീകരിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലും കുഞ്ഞു എഴുത്താണെങ്കിൽ പോലും അവരുടെ എല്ലാം മനസ്സിൽ വലിയ സാഹിത്യത്തിന്റെ ലോകമുണ്ട് എന്ന്. പ്രകാശനം, അതുപോലെ തന്നെ പത്ര പ്രകാശനം, അനുബന്ധ പരിപാടികൾ ആണ് ഇന്നിവിടെ നടക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് പുറത്തുനിന്ന് നവോദയയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. 2017 ആരംഭിച്ച ഈ സംഘടന നിലവിൽ 8 വർഷക്കാലത്തിനുള്ളിൽ തന്നെ 6ഓളം പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നു. അത് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആകാശത്തിലെ പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ 6ാമത്തെ പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പല നിലക്കും പറയാൻ വേണ്ടി പറ്റും. പക്ഷെ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്യണം. കാരണം ഒരുപാട് പ്രഗത്ഭരായ പലരും അവരുടെ മനസ്സിൽ തുറന്ന് നമ്മളോട് സംവദിക്കും. ഒരു
ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.